ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 8 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു ട്രാപ്പിലൊക്കെ പെട്ടുപോയ ഒരു അവസ്ഥ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ കിട്ടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങുന്നതുമാകാം. അങ്ങനത്തെ ഒരു എനർജിയാണിത്. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നമ്മളുടെ മനസ്സുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, അങ്ങനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ഇങ്ങനെ ട്രാപ്പിലാക്കി വെച്ചിരിക്കുന്നതുമാകാം. ഇതിൽ ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ മറികടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി പോകേണ്ട ഒരു സമയമാണ് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇങ്ങനെ ട്രാപ്പിലൊക്കെ പെട്ടുപോയി എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ ഒരു മിസ്റ്റേക്ക്. അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ സമയം നിങ്ങളത് തിരിച്ചറിഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ കെട്ടഴിച്ച് നിങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റാണ്. അപ്പോൾ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് ചില കാര്യങ്ങൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലായിരുന്നുവെങ്കിൽ, പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രണത്തിലെത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ചിലപ്പോൾ പോകുന്നതുമാകാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസസിലോ ഒക്കെ ഒരു പ്രോഗ്രസ് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു സമൃദ്ധിയും സ്നേഹവും ഒരു ഗ്രോത്തുമൊക്കെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ
നിങ്ങൾക്ക് പുരോഗതിയുള്ളൊരു സമയം കൂടിയാണിത്. നിങ്ങളുടെ കുടുംബവുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടിയുണ്ട്. അതുപോലെ തന്നെ പുതിയ സൃഷ്ടികൾ ഉണ്ടാകും. അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സമയം വളരെ നല്ലതാണ് എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരാം. സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ സെൽഫ് ലവ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലാകാം. അവിടെ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നതേ ഇല്ല. നിങ്ങൾ ദൃഢനിശ്ചയമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതുമാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഈ ഒരു സമയം ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ടാലൻറ്റ് അത് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി ചേർന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളുടെ വൈബ്രേഷനുമായിട്ട് ഒരേ ലെവലായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു കൊളാബറേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വൽ സെലിബ്രേഷൻ ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു 2-3 ആളുകൾ ചേർന്ന് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ആളുകളുടെ സപ്പോർട്ടോടുകൂടി എന്തോ ഒരു കാര്യം തുടങ്ങി വയ്ക്കാൻ സാധിക്കും എന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. കാരണം അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഫുൾ കാർഡാണ്. തീർച്ചയായിട്ടും പുതിയ തുടക്കമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ വിട്ടുകളയുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്നാൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കകളൊന്നും തന്നെ നിങ്ങൾക്കില്ലാതാനും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു പ്രസന്റ് മൂവ്മെന്റിനെ കുറിച്ച് മാത്രമാകാം. അപ്പോൾ ആ ഒരു പ്രസന്റ് മൂവ്മെന്റിൽ നമുക്കെങ്ങനെ മനോഹരമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാം, നമുക്കുള്ള കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ സംതൃപ്തിയോടുകൂടി ജീവിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ഭയത്തെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. നെഗറ്റീവായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റികളിൽ നിന്നൊക്കെ നിങ്ങൾ ഈ സമയം മാറി നിൽക്കുമെന്നുള്ളതാണ്. വേണ്ടാത്ത മോശം കൂട്ടുകെട്ടുകൾ നിങ്ങൾ കട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതുമാകാം. അതായത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിച്ച് നൽകുന്ന ആൾക്കാരുമായിട്ട് ഇനി യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും വേണ്ട എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നതുമാകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഗൈഡൻസ് കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ
സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയേണ്ട ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സംശയം മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്, ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ ഇത് അങ്ങനെയാണോ, ഞാൻ അറിഞ്ഞ കാര്യം ശരിയാണോ, അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കൊരു സംശയം മാത്രമാണ് ഉള്ളതെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം കറക്റ്റാണ്, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് അങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില ആളുകൾക്ക് ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു അഡിക്ഷൻസിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ചില ആൾക്കാർക്ക് അത് ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ. കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ കുറേയധികം അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചോയ്സ് എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് മാത്രം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഇമോഷണലി നിങ്ങളൊരു ചോയ്സ് എടുക്കാതിരിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നിങ്ങൾ ചോയ്സ് എടുക്കാൻ എന്നാണ് നിങ്ങൾക്കിവിടെ ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാരോടുള്ള ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മളുടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു വിധിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരു നീതി വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു നീതി ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ അർഹിക്കുന്ന നീതി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടും അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അതിന് അർഹിക്കുന്ന ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് കാലം കൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയ ഒരു കാര്യത്തിന് അതിനൊരു വിധി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സമയം നല്ല കർമ്മഫലം തന്നെ കിട്ടുമെന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മണി ബ്ലോക്സ് ഒക്കെ മാറുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ബ്ലോക്കേജ് മാറ്റാൻ പറ്റുന്ന പുതിയ ഒരു ഐഡിയ നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ്. ഫുൾ കാർഡും ഒക്കെ വന്നിട്ടുണ്ട്. ഫുൾ കാർഡും ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ആയുധം കിട്ടി എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ധാരാളം പണം വരുന്നു എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നിരാശയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ കാണാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഒന്നിൽ നിന്നും ഒളിച്ചോടി പോകാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും ഒളിച്ചോടി പോയാൽ വീണ്ടും അതേ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വരും. അത് നമ്മൾ നേരിടണം എന്നത് ഒരു വിധിയാണ്, അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഒളിച്ചോടി പോകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ഒന്നിൽ നിന്നും ഒളിച്ചോടി പോകാൻ പാടില്ല. അത് നമ്മൾ ഫേസ് ചെയ്യാൻ ശ്രമിക്കണം. ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ഓരോ വേദനകളിൽ നിന്നും നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ നിന്നും നമുക്കൊരു പാഠം ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പാഠം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ്
നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും അല്ലെങ്കിൽ പല വ്യക്തികളെയും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്ത് ഇതൊക്കെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോഴാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കമുണ്ട്. ഈ സമയം നിങ്ങളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ പൈസ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നതാകാം. അപ്പോൾ ആ ഒരു ഐഡിയയിലൂടെ നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാം എന്നൊരു ചിന്തയൊക്കെ വരുന്നതുമായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സക്സസ് ആണ്. പിന്നെ ചില ആൾക്കാർക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് എന്ത് തടസ്സമാണോ ഉള്ളത് അത് മാറ്റാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ കിങ് ഓഫ് വാൻഡ്സിൻ്റെയും അതുപോലെ കിങ് ഓഫ് സോഡ്സിൻ്റെയും ഒക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വെപ്പൺ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അവാർഡൊക്കെ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ സ്കോളർഷിപ്പ് കിട്ടി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ വിദേശത്തേക്കൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ സക്സസ് ആണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ചില സാഹചര്യങ്ങളെ മറികടന്നാൽ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില വ്യക്തികളെ നിങ്ങളൊന്ന് വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് വിക്ടറി ആണെന്നുള്ളതാണ്. അപ്പോൾ വളരെ വലിയ വിജയമാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഫ്രീ വിൽ ഉണ്ട് എന്നുള്ളതാണ്. വിധി എന്ന് പറഞ്ഞ് മാറ്റിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട്. വിധിയിലുപരി നമ്മുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, എനിക്കിനി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞ് ഇനിയും പല കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റും എന്ന് കരുതി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിക്ടറി ആണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഓഫ് കപ്സും ഉണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒക്കെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. സോൾ കണക്ഷനുള്ളൊരു റിലേഷൻഷിപ്പ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പ് ആകാം, അത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടി വന്നപ്പോൾ നിങ്ങൾ ഈ ഒരു സമയവും പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ആ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെപ്പറ്റി നിങ്ങൾ ഓർത്തിരിക്കുന്നതുമാകാം. അപ്പോൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റ് ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പഴയ ചില ബന്ധങ്ങൾ, അതായത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാവാം. അതായത് നമുക്കിപ്പോഴും അത്രയും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളായിട്ട് വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു ജീവിതം നഷ്ടപ്പെടുത്തിയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഇവിടെ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രസന്റ് ലൈഫിൽ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിനുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് നൽകുന്നതുമാകാം. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച എന്തോ ഒരു കാര്യത്തിൻ്റെ ഫലം, അതായത് ഒരു ആത്മീയമായ ഒരു ഉയർച്ച, അത് നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് എന്തോ കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് ചില ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. നിങ്ങൾ നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ച, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത എന്തോ ഒരു കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം, അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ഒരു ജോലിയാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു വീടോ വാഹനമോ അങ്ങനെയൊക്കെ നിങ്ങൾ സ്വന്തമാക്കുന്നതുമാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരു വരുമാനമൊക്കെ വേണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങളൊരു ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും തുടങ്ങി വയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാനുള്ള ചില ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസൊക്കെ മാറി, നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആളായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളായി കഴിഞ്ഞു എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു പുതിയ ആളായി നിങ്ങൾ വളരെ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയാണിത്. അത് ഇമോഷണൽ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാൽ പോലും നിങ്ങൾക്ക് വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാനും പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യും. അത് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ദേഷ്യമായാലും മറ്റൊരാളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് ആയാലും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആളായി മാറുന്ന സമയമാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ തീരുമാനങ്ങൾ ഈ സമയം എടുക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിന് ഈ സമയം നിങ്ങളൊന്ന് അടക്കി വെച്ച്, നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റിവെച്ച്, ഇമോഷൻസ് മാറ്റിവെച്ച്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ സമയം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു കാര്യത്തിന് ഒരു ഫലം വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് നിങ്ങളെ ഒരു വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഹീലിംഗ് പോലൊരു കാര്യം അല്ലെങ്കിൽ പ്രാർത്ഥന പോലെയുള്ളൊരു കാര്യം അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ശക്തമായ ഒരു കാര്യത്തിനുള്ള അടിത്തറ ഉണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. കുറച്ച് സമയമാണ് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതെങ്കിലും അത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഇതിൽ കുറേയധികം ആളുകൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലികളൊക്കെ ഈ ഒരു സമയം
ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അതിൽ നിന്നും സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് എന്ത് കാര്യമാണോ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ എനർജി അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ മാറ്റിവെച്ചിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഈ സമയം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കും അല്ലെങ്കിൽ അവർക്കൊരു വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ട് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ എല്ലാവരോടും നീതിപൂർവം പെരുമാറുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.